ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഇവിടെ ചിക്കൻ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ടയാണ് ഉണ്ടാക്കുന്നത്. എപ്പോഴും നമ്മൾ മധുരമൊക്കെ അകത്ത് ഫില്ല് ചെയ്ത് കൊഴുക്കട്ട ഉണ്ടാക്കാറുണ്ട്. ഇന്ന് വെറൈറ്റി ആയിട്ട് ചിക്കൻ മസാല ഫില്ല് ചെയ്തിട്ടുള്ള ഒരു കൊഴുക്കട്ടയാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ട പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കിതിലൂടെ കാണാം. അതിനായിട്ട് ഞാൻ ഇവിടെ ബോൺലെസ് ചിക്കൻ 250 ഗ്രാം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ചില്ലി പൗഡറാണ്. അത് 1 ടീസ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കണം. അതുകൊണ്ട് നമുക്കിത് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഞാൻ ഒരു സ്റ്റീമറിലേക്ക് ഈ ചിക്കൻ പീസസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി സ്റ്റീമറിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഞാനൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ 2 ഒനിയൻ അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞ ഒനിയൻ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനി നമുക്ക് വഴറ്റിയെടുക്കണം. ഒനിയൻ ഒന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഞാൻ 2 ചേർത്തിട്ടുണ്ട്, ഓരോ ടീസ്പൂണ്. ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് ഈ ഒനിയൻ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഒനിയൻ ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ, അതുപോലെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മതിയാവും. പിന്നെ കുറച്ച് ഗരം മസാല. ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് ഈ ഒനിയൻ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച ചിക്കനാണ്. അത് ഞാൻ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്തതാണ്. ആ ചിക്കൻ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ചിക്കൻ കാണുമ്പോൾ തന്നെ അറിയാം നല്ല പൊടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് കൊഴുക്കട്ടയിൽ ഇത് ഫില്ല് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ ഒനിയനും ഈ ചിക്കനും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. കാരണം ഇത് രണ്ടും വെന്തതാണ്. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റോസ്റ്റഡ് റൈസ് ഫ്ലോറാണ് ഞാൻ എടുത്തേക്കുന്നത്. 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും അരിപ്പൊടിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം മാത്രം നമുക്കിത് പൊടിയിലേക്ക് ഒഴിച്ച് ഇളക്കി കൊടുക്കണം. നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒഴിക്കണം. എന്നാലും നല്ല മയമുള്ള കൊഴുക്കട്ട നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഇത് കുറച്ചായിട്ട് ഒഴിക്കുക. ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുക. അത് ഇളക്കി കൊടുക്കുക. ഇതുപോലെ നമുക്ക് വെള്ളം കുറച്ചായി ആഡ് ചെയ്ത് ഈ ഒരു രീതിയിൽ നമുക്കത് കുഴച്ചെടുക്കണം. ഇതിപ്പോൾ നല്ല ചൂടായിട്ടിരിക്കുകയായതുകൊണ്ട് നമ്മളൊരു സ്പൂണോ സ്പാച്ചിലോ എന്തെങ്കിലും വെച്ചിട്ട് വേണം നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ. ഇതിനി നമുക്ക് കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് വെക്കാം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് അല്ലെങ്കിൽ എണ്ണയാണെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി. അതും കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇനി നമ്മുടെ കൈ കൊണ്ട് ടച്ച് ചെയ്യാവുന്ന ആ ഒരു ചൂടാവുമ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം. കാരണം തീരെ തണുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കരുത്. നമ്മുടെ കൈ കൊണ്ട് ടച്ച് ചെയ്യാവുന്ന ഒരു ചൂടാവുമ്പോൾ തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഡോ പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ലവണ്ണം മയപ്പെടുത്തി എടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് മയപ്പെടുത്തി എടുക്കണം. ചൂടോടുകൂടി തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ചായിട്ട് എടുത്തിട്ട് ബോൾസ് ആക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ഈ രീതിയിൽ കയ്യിൽ വെച്ച് ഉരുട്ടി നമുക്ക് ഈ വലുപ്പത്തിലുള്ള ബോൾസ് ആയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം ഞാൻ ബോൾസ് എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്തിരുന്ന ചിക്കൻ മസാല നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് ഇതിനുള്ളിലേക്കാണ് നമ്മളിനി മസാല വയ്ക്കുന്നത്. ആവശ്യത്തിന് മസാല നമുക്ക് ഇതിലേക്ക് വയ്ക്കാം. ഈ രീതിയിൽ ചിക്കൻ മസാല ആകുമ്പോൾ നമുക്ക് നന്നായി ഈസി ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാനും പറ്റും. നല്ല ടേസ്റ്റിയുമാണ്. ചിക്കൻ മസാല ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് നന്നായിട്ട് സൈഡെല്ലാം യോജിപ്പിച്ചതിന് ശേഷം കയ്യിൽ വെച്ച് നന്നായിട്ട് വീണ്ടും നല്ല ബോൾസ് ആക്കി എടുക്കണം. ഇതുപോലെ നമ്മൾ കയ്യിൽ വെച്ചിട്ട്
അകത്ത് മസാല ഫില്ല് ചെയ്ത ബോൾസ് എല്ലാം റെഡിയാക്കി എടുക്കുക. ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് വെക്കുമ്പോൾ തന്നെ നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇതാ ഈ വലുപ്പത്തിലുള്ള നല്ല കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. അതുപോലെ എല്ലാം നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. ഇതിനി ഞാനൊരു സ്റ്റീമറിലേക്ക് വെച്ചിട്ടുണ്ട്. സ്റ്റീമറിൽ വെച്ച് ഇത് വേവിക്കാം നമുക്ക്. ഇതിനി നമുക്കൊരു 15 മിനിറ്റോളം സ്റ്റീമറിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കൊഴുക്കട്ടയെല്ലാം റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ബോൺലെസ് ചിക്കൻ വെച്ചിട്ടുള്ള മസാലയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണ്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ടയാണ്. നമ്മൾ അരിപ്പൊടി എടുക്കുമ്പോൾ എപ്പോഴും വറുത്ത അരിപ്പൊടി തന്നെ എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ നമ്മൾ ചൂടോടുകൂടി തന്നെ ഈ ഡോ കുഴയ്ക്കണം. അങ്ങനെയാകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ട നമുക്ക് കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്